ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് റോസാപ്പൂവിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നാണ് റോസാപ്പൂവ്. നമ്മൾ ഭംഗി കണ്ടിട്ട് ഒരുപാട് വാങ്ങിക്കാറുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിനെ തിരിഞ്ഞു നോക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിപ്പം തന്നെ കരിഞ്ഞുണങ്ങി പോകും കേട്ടോ നമ്മുടെ റോസാപ്പൂ. അപ്പോൾ ഇതുപോലെ തന്നെ നിറയെ മുട്ടുകളും പൂവുകളും ഉണ്ടായി നമുക്ക് കാണുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളാണ് വേഗത്തിൽ തന്നെ ഞാൻ പറഞ്ഞു പോകാം. അപ്പം അതിനായിട്ട് ഇപ്പം ഇതിങ്ങനെ നമ്മൾ വാങ്ങിച്ചു വെച്ച ആ ഒരു റോസ ഇതിലെ ഒരിക്കലും ഉണ്ടായ റോസയിൽ തന്നെ വീണ്ടും റോസ പോകുന്നില്ല ആ ശിഖരത്തിൽ കേട്ടോ. അപ്പം അതിന് ചെയ്യേണ്ട കാര്യം പുതിയ ശിഖരങ്ങൾ വന്നാൽ അതിൽ തന്നെ നിറയെ മുട്ടുകളും പൂവുകളും ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അപ്പം അതിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾ പൂവ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള എല്ലാ കമ്പുകളും കട്ട് ചെയ്ത് കളയുക. പൂവ് നിന്ന് കഴിഞ്ഞാൽ വിരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് കളയുക. അതാണ് ഏറ്റവും മെയിൻ കാര്യം, നിങ്ങൾ ഓർക്കേണ്ട കാര്യം കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലുള്ള വളം അത് തന്നെ, അതായത് പഴത്തൊലി, ഉള്ളിത്തോട്, മുട്ടത്തോട്, ഇങ്ങനെ ചായല ചണ്ടി ഇതൊക്കെ കിട്ടുന്നെങ്കിൽ ഇതിൻ്റെ കടയ്ക്ക് അങ്ങോട്ട് നേരിട്ട് ഇട്ടോ. ഞാൻ അങ്ങനെ വേറെ ഉണക്കിയിട്ടോ പൊടിച്ചോ ഒന്നും ചെയ്യുന്നില്ല. അത് അങ്ങനെ തന്നെ നമ്മുടെ സൈഡിലായിട്ട് ഒക്കെ കൂടിയിട്ട് ഇടും. അത് ഇട്ടതിന് ശേഷം നമ്മൾ ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനൊന്ന് ഒന്ന് കുത്തി അടക്കണം. ഇതൊക്കെ അതായത് അപ്പോഴേക്കും നമ്മുടെ ഇട്ടുള്ള ആ പഴത്തൊലിയും ഇതൊക്കെ നല്ലോണം ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒന്നും കൂടി മണ്ണിൽ കിടന്നിട്ട് അത് ദ്രവിച്ച് നമുക്ക് നമ്മുടെ ചെടീനെ വീണ്ടും വളമാക്കി മാറ്റാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് എല്ലുപൊടി, കുറച്ച് ചാണകം, മണ്ണ്. ഈ മണ്ണ് ഈ മൂന്നും കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് എല്ലാം കംപ്ലീറ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഇതിൻ്റെ കടയ്ക്ക്, അതായത് റോസ് കമ്പൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് കുത്തി ഇളക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ മണ്ണിടണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ പ്രൂണിങ് നടത്തണം. രണ്ടാമത് നമ്മൾ ഇടുന്ന വളങ്ങളൊക്കെ ഒന്ന് കുത്തി ഇളക്കി മാസത്തിലൊരിക്കലോ നമ്മൾ കുറച്ച് വളം കൂടി, അതായത് ചാണകം എല്ലുപൊടിയും കൂട്ടിയിട്ട് മണ്ണ് കൂട്ടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ റോസാപ്പൂകൾ ഒരുപാടുണ്ടായിരിക്കട്ടെ. അത് മറക്കരുത്. നമ്മളെല്ലാവർക്കും റോസാപ്പൂ ഇഷ്ടപ്പെട്ട ഒന്നാണ് അല്ലേ. അപ്പോൾ പിന്നെ പരമാവധി നാടൻ റോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നാടൻ റോസിനേക്കാളും കൂടുതൽ കളർഫുള്ളായിട്ടുള്ളത് മറ്റ് ബഡ് ചെയ്ത തൈകൾക്കായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വാങ്ങിക്കുന്നതാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോവാറ്. അപ്പോൾ ഇങ്ങനെ ഞാൻ എൻ്റെ രീതിയിൽ ഇങ്ങനെ വെക്കുമ്പോഴാണ് നിറയെ തന്നെ കണ്ട ഒരുപാട് ശിഖരങ്ങൾ വന്ന് അതിൽ മുട്ട് വന്നാനുണ്ട. പഴയതുമ്മി ഒന്നും ഒരു മുട്ടും വരില്ല, പൂവും വരില്ല. അപ്പോൾ അത് കട്ട് ചെയ്താൽ തന്നെ നമുക്ക് ഒരു വിഷമവും വേണ്ട. കട്ട് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് പുതിയ ശിഖരങ്ങൾ വരാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ അതേ നിറയെ വന്ന് അതിൻ്റെ കണ്ട എല്ലാ ശിഖരത്തെയും മുട്ടുകളാണ്. അപ്പോൾ അതൊക്കെ വിരിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും റോസാപ്പൂ. അപ്പോൾ ഇനി നിങ്ങൾ റോസ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഈ രീതിയിൽ വളമൊക്കെ ഇട്ട് നോക്കിയാൽ നല്ല നിറയെ തന്നെ റോസാപ്പൂവ് നിങ്ങളുടെ കൈകളിലെത്തും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരുടെ എല്ലാവർക്കും ഓക്കെ, ബൈ, താങ്ക് യു.